റിവ്യൂസിന്റെ അതിപ്രസരവുമായി റിവ്യൂ രസം. വെൽക്കം ടു ആ ചാനൽ. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് കാസ കിച്ചൺ ആണ്. കാക്കനാട് വാഴക്കാല സൈഡിലുള്ള കാസ കിച്ചൺ ആണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോണത് കാസ കിച്ചൺ ആണ്. കാക്കനാട് വാഴക്കാല സൈഡിലുള്ള കാസ കിച്ചൺ ആണ്. ഷീസ് തീർത്ത ആൻഡ് ദിസ് ഇസ് അഖിൽ. വെൽക്കം ഗൈസ്. അപ്പൊ നമുക്ക് റിവ്യൂയിലോട്ട് പോവാം. എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് കയറി ചെല്ലാണ്. ഇവിടുത്തെ ഫെസിലിറ്റി, കോംബോ സൈഡ് ഫെസിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഡെസ്ക്സ് ആണ് വരുന്നത്. പിന്നെ ഈ സ്റ്റാൻഡിങ് ഡെസ്കിന്റെ സൈഡിൽ തന്നെയായിട്ട് ഓപ്പൺ ആയിട്ട് ഇവർ പ്രിപ്പയർ ചെയ്യുന്ന കിച്ചണും നമുക്ക് കാണാൻ പറ്റുന്ന. എന്താണ് ഓർഡർ ചെയ്തേക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ ഇന്നിവിടെ ഓർഡർ ചെയ്തേക്കുന്ന കോംബോ ഡിഷസ് ആണ്. ആദ്യം നമ്മൾ ഓർഡർ ചെയ്ത പൊറോട്ട പെയിന്റ് അടിച്ചതും ബീഫും, പിന്നെന്തായിരുന്നു പൊറോട്ട ചിക്കൻ ഉള്ളിമുളക്, പൊറോട്ട ചിക്കൻ ഉള്ളിമുളകും, പിന്നെ പൊറോട്ട ചിക്കൻ ഫ്രൈ റോസ്റ്റും. ഈ 3 ഡിഷസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഓർഡർ ചെയ്തേക്കുന്നത്. എല്ലാം കോംബോസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫുഡ് വരാനുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അതെ 10 മിനിറ്റിലും കിട്ടി പോയാ പോട്ടെ എന്ന് പറഞ്ഞു. അതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല ക്രൗഡും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ 3 സെക്ഷൻ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഓർഡറൊക്കെ ചെയ്തിരുന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. പറഞ്ഞ പോലെ അറൗണ്ട് 5 to 10 മിനിറ്റ്സ് യൂഷ്വലി എടുക്കും ഇത് പ്രിപ്പയർ ചെയ്യണത്. അത് പക്ഷേ നമുക്ക് അവിടെ കാണാം നമ്മുടെ ഫുഡ് റെഡി ആയോ ഇല്ലയോ എന്നുള്ള കാര്യം. ഫുഡ് കിട്ടാത്ത വിഷമത്തിലിരിക്കണ മോന്തെയാണ് ഈ കാണുന്നത്. അവനാണെങ്കിൽ കിട്ടിയാ കൊള്ളാമില്ല എന്നുള്ള. എടാ ഇങ്ങോട്ട് നോക്കടാ. അങ്ങനെ വെയിറ്റ് ചെയ്തൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് 3 വന്നു റെഡി ആയിട്ട് അവിടെ 3 പ്ലേറ്റിൽ. ലുക്സ് വെരി ഡിലീഷ്യസ്. അപ്പോ ഇതാണ് പൊറോട്ട പെയിന്റ് അടിച്ചതും ബീഫ്. ഇത് പൊറോട്ട ചിക്കൻ ഫ്രൈ റോസ്റ്റ് അല്ലെങ്കിൽ ഫ്രൈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാ നീയാണല്ലോ കോടതി. പിന്നെ ഇത് ചിക്കൻ ഉള്ളിമുളക്. ബാക്കി അപ്പൊ ഇവര് ഇനി രണ്ടുപേരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂസ് എങ്ങനെയാന്നുള്ളത് അത് പറഞ്ഞു തരുന്നു. ആദ്യം നമ്മൾ ട്രൈ ചെയ്യണത് മറ്റേ ചിക്കൻ ഉള്ളിമുളകും പൊറോട്ടയും. ഇത് ഒരു റോസ്റ്റ് പോലൊക്കെ തന്നെ ഉണ്ടല്ലോ. ഇത് ഏതാണ്? അതിനകത്ത് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ട് ട്രൈ നോക്കെ. പൊറോട്ട നല്ല ക്രിസ്പി ആട്ടോ. നല്ല സ്പൈസിയാണ്. അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം കഴിച്ചാൽ മതി. തൊണ്ടയ്ക്ക് തന്നെ അടിച്ചത്. അടുത്തത് ഇനി ചിക്കൻ ഫ്രൈ റോസ്റ്റും പൊറോട്ടയാണ്. പൊറോട്ട ഒരു നല്ല ക്രിസ്പി ആട്ടോ. എന്നുവെച്ചാൽ ഓവർ ക്രിസ്പി നമുക്ക് അങ്ങനെ വരെ കഴിക്കാൻ പറ്റാത്ത ടൈപ്പ് ഒന്നും അല്ല. നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ചിക്കൻ റോസ്റ്റിന്റെ ഫ്ലേവർ ഉണ്ടല്ലോ, അത് നല്ലൊരു ഹോംലി ഫീല്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കിയേക്കണ കറിയാണ്, റോസ്റ്റാണ്. നമ്മുടെ നോർമൽ ചിക്കൻ റോസ്റ്റ് പോലെ എന്നുവെച്ചാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കിയാണ്. സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഇനി ഇതാണ് പൊറോട്ട പെയിന്റ് അടിച്ചതും ബീഫും. എനിക്ക് പെയിന്റ് അടിച്ചതെന്ന് പറയണെങ്കിൽ തോന്നുന്നു ഈ തേങ്ങാപ്പാലിന്റെ ഗ്രേവിനാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗ്രേവി നല്ലപോലെ ഉണ്ട്. ഇതിനകത്ത് തേങ്ങാക്കൊത്തൊക്കെ അവർ നല്ലപോലെ ഇട്ടിട്ടുണ്ട്. ബീഫ് നോക്കിയാൽ
സോഫ്റ്റ് ആട്ടോ നല്ല. സൂപ്പർ സാധനം. ഇതോളോ എന്ത് ബീഫ് പക്ക തേങ്ങാപ്പാലില് വറ്റിച്ചെടുത്തേണ സാധനം. അടിപൊളി. അവർ രണ്ടുപേരും കഴിച്ചിരിക്കണായിട്ട് എനിക്ക് മാറിയേക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതാണ് അവരുടെ സ്പൈസി സാധനം. എനിക്കധികം സ്പൈസ് ടോളറൻസ് ഇല്ല, എന്നാലും കഴിച്ചു നോക്കിയപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫ്ലേവർ. രണ്ടാമത്തെ നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റോസ്റ്റഡ് ഫ്ലേവറാണ് വരുന്നത്. ആൻഡ് ഇറ്റ്സ് പ്രിറ്റി ഗുഡ്. പ്ലസ് പൊറോട്ടയുടെ കൂടെയുള്ളൊരു ഗുഡ് കോംബോ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഇവരുടെ പ്രസൻറ്റേഷൻ വൈസ് ആയാലും നമ്മുടെ പ്രൈസ് വൈസ് ആയാലും ഭയങ്കര റീസണബിൾ ആണ് ഇത് നോക്കുകയാണെങ്കിൽ. പെർ പ്ലേറ്റ് നമുക്ക് 3 പൊറോട്ട വെച്ചാണ് കിട്ടുന്നത്. അത് ഇപ്പം നമ്മൾ ഇത്ര 3 പേര് പോയിട്ട് തന്നെ ഈസിലി ഫില്ലിംഗ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ബാക്കി വന്നതും. അതും അത്യാവശ്യം ബോൺ ഉണ്ട്, എന്നാലും അത്യാവശ്യം ഗുഡ് ക്വാണ്ടിറ്റിയിലാണ് ഇവർ ഇത് സെർവ് ചെയ്യുക. അപ്പൊ ഞാൻ കഴിച്ചു കഴിഞ്ഞില്ലെങ്കിലും ഇവർ രണ്ടുപേരും ഇതേ തീർത്തു. ഒരുത്തനും സ്പൈസി കഴിച്ചിട്ട് എരിയണോ വേണ്ടോ എന്ന് തീരുമാനിച്ചിരിക്കണതും ഇത് വയറ് ഫുള്ളാക്കാൻ വേണ്ടി തന്നെ വന്നതാ. അന്ന് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും വയറ് ഫുള്ള് അമ്മയെ വയ്യാന്നുള്ള രീതിയിലാണ് ഇവള് പറയുന്നത്. ഞാൻ എന്തായാലും എന്റെ ഫുഡ് തീർത്തിട്ട് നമുക്കിനി കാണാം. നമ്മളപ്പോ കഴിച്ചു വന്നത് വയറും ഫുള്ളായി 2 പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ ജസ്റ്റ് ടോട്ടൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഓവറോൾ റിവ്യൂ, കാസ കിച്ചനെ കുറിച്ചുള്ള നമുക്കൊരു ടോട്ടൽ റിവ്യൂ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കേൾക്കാം. അപ്പൊ ഗൈസ്, ഇത് നമ്മളിപ്പോ കഴിച്ചല്ലോ, അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ ഡിഷസിനെ കുറിച്ച് ഒരു ഓവറോൾ ജസ്റ്റ് റിവ്യൂ 2 പേരും കൂടി പറഞ്ഞു. അപ്പോ ഫുഡ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അതേപോലെ തന്നെ ഫുഡ് എന്താ പറയാ, ആ ഒരു തേങ്ങാപ്പാലിന്റെ ഇതൊഴിച്ച് അത് കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ ആക്ച്വലി ഇവര് വില കുറച്ചാണ് ഈ കോമ്പോസ് തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പൊ ഓരോ സെറ്റിലും ഇപ്പൊ പൊറോട്ടയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇപ്പൊ ഓരോ സെറ്റിലും 3 പൊറോട്ടയും അത്യാവശ്യം നല്ല രീതിക്ക് കറിയും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലേവർ വൈസ് പറയാനാണെങ്കിൽ ഇപ്പൊ ചിക്കൻ ഫ്രൈ റോസ്റ്റിനകത്ത് നമ്മൾ കറക്റ്റ് ഹോംലി വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ മല്ലിയിലയുടെ ഫ്ലേവർ ഒക്കെ ഇച്ചിരി കൂടുതൽ, അങ്ങനെ ഒരു നല്ല ഇതായിരുന്നു. ഞങ്ങൾക്ക് കഴിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഉള്ളിമുളകാണ്. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, അതേപോലെ തന്നെ ഒരു വെറൈറ്റി, ഒരു ടേസ്റ്റ്, ഡിഫറെന്റ് ഫ്ലേവർ ആണ്. നമ്മൾ അങ്ങനെ അധികാരം ട്രൈ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഇതാണ്. പിന്നെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് ഒന്നും കാലിയാവാണ്ട് നല്ല രീതിക്ക് വയറ് നിറച്ച് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ടു കാസ കിച്ചൺ. അപ്പോ സ്പോട്ട് വരുന്നത് ഇത് വാഴക്കാല പടമുകൾ റോഡാണ്. അപ്പോ അതിന്റെ അടുത്ത് ഇവിടെ ഒരു SBIയുടെ ഒരു ATM ഉണ്ട്, അതിന്റെ നേരെ സൈഡില്. ഇതായിരുന്നു നമ്മുടെ റിവ്യൂ രസത്തിലെ ഫസ്റ്റ് ഫുഡ് റിവ്യൂ ഫ്രം കാസ കിച്ചൺ. ബിഗ് താങ്ക്സ് ടു അഖിൽ ആൻഡ് തീർത്ഥ ഫോർ റിവ്യൂയിങ് വിത്ത് അസ്. ഇതുപോലത്തെ ചെറിയ ഫുഡ് ടെക് ഓട്ടോമൊബൈൽ അങ്ങനത്തെ ചെറിയ സാർക്കാസും സ്റ്റുപ്പിഡ് ചിസും കാണാനേ യു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.